ഈശോയുടെ ശിഷ്യന്മാർ പല കാര്യങ്ങളിലും വീക്കാണ്. പക്ഷേ ഇന്നത്തെ ഗോസ്പലിൽ അവർ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഈശോ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? നമുക്കത് സിമ്പിൾ ചോദ്യമായിട്ട് തോന്നും, പക്ഷെ അത് പവർഫുള്ളായിട്ടുള്ള ചോദ്യമാണ്. കാരണം ആ ചോദ്യം ആൾക്കാരെ ഡിവൈഡ് ചെയ്യും, ആൾക്കാരെ തമ്മിൽ തെറ്റിക്കുന്ന ചോദ്യമാണ്. അതിന് പത്രോസ് കൃത്യമായൊരു ഉത്തരം കൊടുക്കുകയാണ്. നമ്മളിന്ന് ചിന്തിക്കുമ്പോൾ വിചാരിക്കും അത് സിമ്പിളായിട്ടുള്ള ഉത്തരവല്ലേ എന്ന്. 2000 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ചിന്തിക്കുമ്പോൾ അത് സിമ്പിൾ ഉത്തരമാണ്. കാരണം നമുക്ക് മുന്നിൽ 2000 വർഷത്തെ പാരമ്പര്യമുണ്ട്, പ്രൂഫുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, പഠനങ്ങളുണ്ട്. നമുക്ക് ഈസിയായിട്ട് ഈശോ ഏകരക്ഷകൻ എന്നൊക്കെ പറയാം. പക്ഷെ പത്രോസ് ഇത് പറഞ്ഞപ്പോൾ പത്രോസിൻ്റെ മുന്നിൽ റെഫറൻസ് ഒന്നുമില്ല, അവർക്ക് മുൻകാല പരിചയമൊന്നുമില്ല. അവരാണ് ഏറ്റവും ആദ്യമായിട്ട് ദിസ് ഈസ് ദ വൺ എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. അതാണ് ശിഷ്യന്മാർ ഔട്ട്സ്റ്റാൻഡിങ് ആക്കുന്നത്. പത്രോസ് ഇതിന് ഉത്തരം കൊടുക്കുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള 3 ചിന്താധാരകൾക്കെതിരെയാണ് പത്രോസ് സംസാരിക്കുന്നത്. ഒന്ന് റോമൻ ഗവൺമെൻറ്റിന് അവരുടെ ചക്രവർത്തി നീറോയാണ് ദൈവം. അവർ ഭരിക്കുമ്പോൾ അവരുടെ കീഴിലുള്ള പല ആൾക്കാർക്കും പല ദൈവങ്ങളുണ്ട്, അതവർക്ക് വിഷയമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ അവരുടെ ദൈവം സീസറിനേക്കാളും വലുതാണെന്ന് പറയരുത്, അവിടെ പ്രശ്നമുണ്ടാവും. സീസറിനേക്കാളും മുകളിൽ ക്രിസ്തുവിന് വെച്ചതുകൊണ്ടാണല്ലോ ശിഷ്യന്മാർ കൊല്ലപ്പെടുന്നത്. രണ്ടാമത്തേത് യഹൂദ മതവിശ്വാസികളാണ്. അവർ നൂറ്റാണ്ടുകളായിട്ടൊരു രക്ഷകനെ കാത്തിരിക്കുന്ന ആൾക്കാരാണ്. പലരും വന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ക്രിസ്തു വന്നപ്പോഴേക്കും അവർ രക്ഷകനായിട്ടല്ല അംഗീകരിച്ച്. അവർ പറഞ്ഞു ഇത് സ്നാപയോഹന്നാനായിരിക്കും, അല്ലെങ്കിൽ ഏലിയായിരിക്കും, അല്ലെങ്കിൽ പ്രവാചകനിൽ ആരെങ്കിലും ഒരാളായിരിക്കും. പക്ഷേ ക്രിസ്തുവിനെ രക്ഷകനായിട്ട് അവർ അംഗീകരിച്ചിട്ടില്ല. മൂന്നാമത്തെ ആൾക്കാരെന്ന് പറയുന്നത് ജൂയിഷ് ലീഡേഴ്സാണ്. അവർ സ്കോളേഴ്സാണ്, വചനത്തിലും നിയമത്തിലും പ്രബുദ്ധരാണ്. പക്ഷെ അവരൊരിക്കലും ഈശോനെ രക്ഷകനായിട്ട് അംഗീകരിച്ചിട്ടില്ല. അവിടെയാണ് പത്രോസ് പറയുന്നത് നീ ക്രിസ്തു ആണെന്ന്. ഇന്നും ഈ ചോദ്യം ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഈശോ നമ്മോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ഈ ചോദ്യം ഇന്നും ആൾക്കാരെ തമ്മിൽ തെറ്റിക്കുന്നുണ്ട്. നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാം ഈശോ ഒരു സോഷ്യൽ റിഫോമറാണ്, ഒരു ലീഡറാണ്, ഗ്രേറ്റ് മിറക്കിൾ വർക്കറാണ്, ഹീലറാണെന്നൊക്കെ പറയാം. പക്ഷെ ശരിക്കുള്ള ഉത്തരം പറയാനുള്ള ചങ്കൂറ്റം നമുക്കുണ്ടോ?